തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നങ്ങളിൽ നടപടി കടുപ്പിക്കാൻ സർക്കാർ തീരുമാനം. പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ പോലീസും കോർപ്പറേഷനും നിരീക്ഷണം ശക്തമാക്കും. മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. ആമയിഴഞ്ചാൻ തോട് ശുചീകരണത്തിന് സ്ഥിരം സമിതി നിയോഗിക്കാനും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനമായി. ആമയിഴഞ്ചാൽ തോട് പൂർണ്ണമായും വൃത്തിയാക്കാനാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെ തീരുമാനം. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യും. പോലീസും നഗരസഭയും നിരീക്ഷണ സംവിധാനം ശക്തമാക്കും. കൂടുതൽ AI ക്യാമറകൾ സ്ഥാപിക്കും. റെയിൽവേ ഭൂമിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ഉടൻ നീക്കം ചെയ്യുമെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജർ അറിയിച്ചു. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടർ അധ്യക്ഷയായ സമിതി രൂപീകരിച്ചു. റെയിൽവേ, നഗരസഭ, ഇറിഗേഷൻ വകുപ്പുകളിലെ അംഗങ്ങൾ സമിതിയിലുണ്ട്. KSRTC തമ്പാനൂർ ഡിപ്പോയിൽ നിന്നുള്ള മലിനജലം ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തള്ളുന്നത് ഒഴിവാക്കും. ആമയിഴഞ്ചാൻ തോടിന് സമീപമുള്ള വീടുകളിലെ മലിനജലം തോട്ടിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും DRMഉം യോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.